രാമേന്ദ്ര സാറേ, ഈ കുട്ടിക്കല്യാണത്തിന് ഇപ്പോഴും ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വലിയ എത്ര തന്നെ ബോധവൽക്കരിച്ചാലും, എത്ര കോടതി വിധികൾ വന്നാലും, എത്ര തവണ നിയമനിർമ്മാണം നടന്നാലും ഞങ്ങളിങ്ങനെ പോകൂ എന്ന് വാശി പിടിക്കുന്നൊരു കൂട്ടർ. പ്രത്യേകിച്ച് അത് മുസ്ലിം വിഭാഗത്തിലാണ്, മുസ്ലിം ജനങ്ങൾക്കിടയിലാണ് കാണുന്നത്. ഇപ്പോൾ അലഹാബാദിൽ ഇപ്പോൾ നടന്നൊരു സംഭവം, ഒരു 15 വയസ്സുള്ള കുട്ടിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാം നന്നേ ചെറുപ്പത്തിൽ. എന്നിട്ട് അത് ചൈൽഡ് ലൈൻ ആരോ വിവരം അറിഞ്ഞിട്ട് ആ വിവാഹം നടത്തരുത്, നിയമവിരുദ്ധമാണെന്ന് പറയാൻ അവർ വന്നു, പോലീസിനെയും കൂട്ടിയിട്ട്. എന്നിട്ട് ഈ പോലീസിനെയും ചൈൽഡ് ലൈനെയും ഇവർ കൂട്ടമായിട്ട് ആക്രമിച്ചു. അങ്ങനെ 19 പേരുടെ പേരിൽ കേസെടുത്തു. ആ കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതി ഖണ്ഡിതമായിട്ട് പറഞ്ഞു, കൃത്യമായിട്ട്. അപ്പോൾ ഇവർ പറയുന്ന വാദം, ശരീഅത്തിൽ വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ പ്യൂബർട്ടി, ഇതാണ്, ഈ ആർത്തവം വരുന്ന കാലമാണ്. അത് സാധാരണഗതിയിൽ 15 വയസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രാജ്യ നിയമങ്ങളൊന്നും അല്ല, ഞങ്ങളെ ശരീഅത്ത് പ്രകാരമാണ് കല്യാണം കഴിക്കേണ്ടത്, അതിനുള്ള അവകാശം കോടതി ഖണ്ഡിതമായിട്ട് അവരോട് വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിധിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു സാർ. അതായത് അലഹാബാദ് കോടതി പറഞ്ഞു ഇതൊക്കെ പോക്സോ കേസാണ്, ഈ 15 വയസ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ വിവാഹ നിരോധന നിയമമൊക്കെ ഇതിൽ ബാധകമാണ്. അതുകൊണ്ട് ഈ ശരീഅത്ത് എന്ന് പറയുന്നത് പോക്സോ ആക്ടിനും ബാലവിവാഹ നിരോധന നിയമത്തിനും മേലെയല്ല ശരീഅത്ത്. മാത്രമല്ല, വിവാഹപ്രായം എല്ലാ മതത്തിനും ഒന്ന് തന്നെ. അത് പെണ്ണിന് 18, ആണിന് 21. അത് പെണ്ണിന് 18 തന്നെയാണ് എല്ലാ മതത്തിനും. അതല്ലാതെ ഇസ്ലാം എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത് ജെ മുനീർ, ജെ മുനീറും അച്ചൽ സച്ദേവും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ്. വിധി എഴുതിയത് മുനീർ തന്നെയാണ്. അപ്പോൾ 19 ഹർജികൾ ഈ ചെറിയ പ്രായത്തിൽ വിവാഹം വേണം എന്നും പറഞ്ഞിട്ട് 19 ഹർജി ഉണ്ടായിരുന്നു. ആ ഹർജികളെല്ലാം തള്ളി. ഇത് ഈ കാക്കർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ FIR റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് ഉണ്ടായിരുന്നത്. ബുലന്ദ് സംഭവം. അത് 2026 ഫെബ്രുവരി 15-ാം തീയതി 16 വയസ്സുള്ള സോണം എന്ന് പറഞ്ഞ മുസ്ലിം കുട്ടിയുടെ നിക്കാഹ് പോലീസും ചൈൽഡ് ലൈനും ഇടപെട്ടിട്ട് നിർത്തിവെപ്പിച്ചു. ഈ സോണം എന്ന് പറഞ്ഞ മുസ്ലിം കുട്ടിയുടെ, തൗഫീഖ് എന്ന് പറഞ്ഞ ഒരാളുടെ മകളാണ് ഈ സോണം. അപ്പോൾ അത് കഴിഞ്ഞ് ചൈൽഡ് ലൈൻ ജീവനക്കാർ കൊണ്ടുപോയല്ലോ ഈ കുട്ടിയെ സോണം പാർപ്പിക്കാനും ഒക്കെ ആയിട്ട് സുരക്ഷിതമായിട്ട്. ചൈൽഡ് ലൈൻ ജീവനക്കാരിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോയി കുട്ടിയെ ഈ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം റാഞ്ചി കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു ശരീഅത്തിലെ പ്യൂബർട്ടി, ആർത്തവ ആരംഭം ആണ് വിവാഹപ്രായം. 1937 ശരീഅത്ത് ആക്ട് അങ്ങനെയുണ്ട്. ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 ഇതൊക്കെയാണ് ഇതിൽ ബാധകം എന്ന് അവര് പറഞ്ഞു. വ്യക്തി നിയമ അപ്പോൾ കോടതി പറഞ്ഞു വ്യക്തി നിയമത്തിന്റെ ഇവര് പറഞ്ഞു വ്യക്തി നിയമത്തിന്റെ മേലല്ല PCMA ബാലവിവാഹ നിരോധന നിയമം, വ്യക്തി നിയമമാണ് പ്രധാനം എന്ന് അവർ ന്യായം പറഞ്ഞു. PCMA എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, ബാലവിവാഹം നിരോധിക്കുന്ന നിയമം. അത് വ്യക്തി നിയമത്തിന്റെ താഴെയാണ് അതെന്ന് ഇവർ വാദിച്ചു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഇതാണ്, വ്യക്തി നിയമങ്ങൾക്ക് PCMA, പോക്സോ എന്നിവയെ തള്ളാനാവില്ല. 18 വയസ്സിന് താഴെ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞ് വരാൻ പറ്റില്ല. മതത്തിനപ്പുറം വിവാഹപ്രായം PCMA, ആ ബാലവിവാഹ നിരോധന നിയമത്തിൽ പറയുന്ന പ്രായമേ ആകാവൂ. 18 വയസ്സിന് താഴെ എന്ന് പറഞ്ഞൊരു വിവാഹപ്രായം അനുവദിച്ചാൽ അത് പോക്സോ ആക്ടിന്റെ ലംഘനമായി തീരും. അതുകൊണ്ട് കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പ്യൂബർട്ടി വിവാഹപ്രായമാക്കുന്ന ആർത്തവം അല്ലേ, ആർത്തവാരംഭം വിവാഹപ്രായമാക്കുന്ന ശരീഅത്ത് അത് രാജ്യനിയമത്തിന്റെ ലംഘനമാണ് എന്ന് പറയുന്നത്. വിധിയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സാർ, നിങ്ങളുടെ വിശ്വാസത്തെക്കാൾ വലുതാണ് ഒരു രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യവും സുരക്ഷയും, അതൊരു രാജ്യത്തിന് പരമപ്രധാനമാണ് എന്ന് കൂടി വിധി പറയുന്നത്. ആ വിധി എനിക്ക് വളരെ മാതൃകാപരമായിട്ട് തോന്നി. ഇനി ഇതിനോട് 2 കാര്യങ്ങൾ സാർ ശ്രദ്ധിച്ചൊന്നുമില്ല. ഇതിന്റെ റെസ്പോൺസ് വന്നു, പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്ഥിരം റെസ്പോൺസ് ടീം ഉണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, AIMPLB
PLBO, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, SQR ഇല്യാസാണ് അതിന്റെ വലിയ നേതാവ്, എല്ലാ കാലത്തും കാലാകാലത്തേക്കുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്ന ഉടനെ പൗരന്മാരൊരു കാര്യം, മുസ്ലിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, രാജ്യ നിയമമാണ്, കോടതി വിധിയാണ്, അത് പാലിച്ചോണം, അതിന് ധിക്കരിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ആണ് ആദ്യത്തെ വാചകം. അടുത്ത വാചകം എന്താണെന്നറിയോ, എന്നാൽ അവർ കോടതിയിൽ ഉന്നയിച്ചതിൽ ന്യായമുണ്ട്, അതുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് മുസ്ലിങ്ങളുടെ വിവാഹപ്രായം, മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹപ്രായം ഇപ്പോഴത്തെ 18 നിന്ന് അടിയന്തരമായി ചുരുക്കി കൊടുക്കാൻ രാജ്യം മുൻകൈ എടുത്ത് നിയമനിർമ്മാണം നടത്താമെന്ന SQR ഇല്യാസിന്റെ ഒരു വാദം. ഇനി ഇതിനോട് ചേർത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഏറ്റവും വലിയ മതസംഘടനയാണ് സമസ്ത. ഇവരുടെ ഒരു വാദം ഓർമ്മയുണ്ടല്ലോ സാറിന്, 18 നിന്ന് ഇതേ വാദം, ഇതൊരു ഒറ്റപ്പെട്ട 18 നിന്ന് 16 ആക്കി ചുരുക്കണം, കോടതിയിൽ പോകും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോലാഹലം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അന്നും ഇതേ ഗതി തന്നെയാണ് ആ നിയമത്തിന് വന്നത്. അന്ന് പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായി സാർ. ഇത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, ഈ കുട്ടി പാവം, അതിന് ശബ്ദമില്ലല്ലോ ഇപ്പോഴും, സോനം എന്നൊക്കെയാണ് പേരെങ്കിലും ഇപ്പോൾ ഈ ചെമ്പിന്റെ വില പോലും ഇല്ലല്ലോ. പക്ഷേ ഇവിടെ അതല്ല. ഇവിടുത്തെ പെൺകുട്ടികൾ, ഞാൻ അന്ന് അത്ഭുതകരമായി കണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയിൽ MES നടത്തുന്ന 10 ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളിൽ 10 കോളേജുകളിൽ ഇത് നടത്തി. ഞാൻ പറഞ്ഞു ഇന്ത്യ സർവേ നടത്തി. അവർ ഒരു എന്തായാലും പ്ലബിസൈറ്റ്, അവരുടെ ഒരു ഹിതപരിശോധന നടത്തി. അന്ന് ഫസൽ സാർ മുൻകൈ എടുത്താട്ടോ നടത്തിയത്, ഡോക്ടർ ഫസൽ ഗഫൂർ. അവരോട് ഒറ്റ ചോദ്യം ചെയ്തു, നിങ്ങൾക്ക് വിവാഹപ്രായം എത്ര വേണം? 18 വേണോ, അത് മാറ്റണോ? കുട്ടികളിൽ 5000 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. 5000 പേരിൽ ഏതാണ്ട് മഹാഭൂരിപക്ഷം 4000-ലേറെ 4700 മറ്റോ പേര് പറഞ്ഞത് 18 വയസ്സുള്ള വിവാഹപ്രായം ദയവായി ഞങ്ങൾക്ക് 21 ആക്കി തരണം എന്നാണ്. അതിന് ഞാൻ ആ ചില കുട്ടികളോടൊക്കെ ചോദിച്ചു, എന്താണ് മക്കളെ ഇങ്ങനെ ഒരു ന്യായം നിങ്ങൾ പറയാൻ, 21 അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഏറ്റവും ചുരുങ്ങിയത് ഡിഗ്രി എങ്കിലും പാസ്സാവണമെങ്കിൽ 21 വേണ്ടേ? എന്താണ് കോളേജിൽ പോയാൽ പഠിക്കുന്നത്, ഏത് പ്രായത്തിലാണ് 4 അക്ഷരം പഠിക്കുക എന്നുള്ള വിവരം പോലും നമ്മുടെ മൗലാനമാർക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികൾ ഈ മൊത്തം തള്ളിക്കളയുണ്ടായി. ഞാൻ പറഞ്ഞു, ആ ബോധം കേരളത്തിലെ പെൺകുട്ടികൾക്കുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ അലഹാബാദ് UP-യിലല്ലേ, അലഹാബാദ് എന്താണ് ബുലന്ദ് ഷഹർ, അവിടെയൊന്നും ഇപ്പോഴും എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ ബോധം തലയിൽ ഉദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടാവില്ല. ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്, അല്ലേ? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, വിവരം ഉണ്ടാവില്ല, നേരത്തെ കെട്ടിച്ചയക്കുമല്ലോ, പിന്നെ എവിടുന്ന് പഠിക്കാൻ, അതായിരിക്കും ഇതിൽ ബാധിക്കുന്നുണ്ടാവുക. എന്തായാലും ഇത് വളരെ മാതൃകാപരമായ ഒരു വിധിയാണ്. മാത്രമല്ല ഇത് എങ്ങോട്ടാണ് സാർ എത്തിക്കുന്നത്? എത്രയോ കാലമായിട്ട് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ വിവാഹപ്രായമാക്കണം, വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് രാജ്യമായിരിക്കണം, രാജ്യത്തെ മഹല്ല് കമ്മിറ്റി അല്ല വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത്, രാജ്യത്തെ മഹല്ല് കമ്മിറ്റി അല്ല വിവാഹമോചനം കൊടുക്കേണ്ടത്. ഇത് ഞാൻ ഈ സ്വാമി ദയാനന്ദ ശ്രദ്ധാനന്ദയുടെ ഒരു പുസ്തകം, മറ്റേ ഹിന്ദു ഐക്യെന്നോ മറ്റോ പറഞ്ഞിട്ടൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കാലാകാലങ്ങളായി ഹിന്ദു സ്ത്രീകൾ അനുഭവിച്ച ഈ ദുരന്തം അതിലൊരുപാട് വിവരിക്കുന്നുണ്ട്. കാരണം ബാലവിവാഹം മാത്രമല്ലല്ലോ, വയസ്സായ ആർക്കെങ്കിലും ആയിരിക്കും കെട്ടിക്കൊടുക്കുക. ഈ നമ്പൂരിമാർക്കിടയിലും ഉണ്ടായിരുന്നില്ലേ, 15 വയസ്സുള്ള കുട്ടിയും 16 വയസ്സുള്ള കുട്ടിയും 80 വയസ്സുകാരനൊക്കെ കെട്ടിക്കൊടുക്കുമായിരുന്നില്ലേ? ബാലവിധവകൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വിഭാഗം ഈ ഹിന്ദുമതത്തിൻ്റെ അകത്ത് അതുകൊണ്ടുണ്ടായി. ഈ കുട്ടിക്കാലത്ത് തന്നെയൊക്കെ പറഞ്ഞു വയ്ക്കുകയും 6-ാം വയസ്സിലും 7-ാം വയസ്സിലും ഒക്കെ വിവാഹം നടത്തുകയൊക്കെ ചെയ്യില്ലേ, വിവാഹങ്ങൾ ധാരാളം. ഇതൊക്കെ വലിയൊരു പ്രസ്ഥാനവും മൂവ്മെന്റുമായിട്ട് വന്നിട്ടല്ലേ ഇത് മുഴുവൻ ചവിട്ടിപ്പൊളിച്ച് കളഞ്ഞത്. ഇതുപോലെയൊക്കെ ഈ ഇസ്ലാമിന്റെ അകത്തും വലിയ മാറ്റം വരേണ്ടതുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ചുവടുവെപ്പ് തീർച്ചയായിട്ടും കോമൺ യൂണിഫോം സിവിൽ കോഡായി. 10 സംസ്ഥാനങ്ങളെങ്ങാണ്ട് നടപ്പാക്കിയില്ലേ, 8 എണ്ണത്തിൽ നടപ്പാക്കി. ഇനി വരാൻ അത് ഒരു കോമൺ ആയിട്ട് രാജ്യത്തൊട്ടാകെ അങ്ങനെ ഒരു നിയമം വരേണ്ടതുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ, മറ്റാരും അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞില്ലെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ അതിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞിട്ട് ഈ നിയമത്തിന് വേണ്ടി നിലകൊള്ളണം എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്. സാറ് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു അഭിമുഖത്തിൽ എന്നോട് അവസാന കാലത്ത് ലളിതാംബിക അന്തർജനം അവസാന കാലത്ത് അവർക്ക് എൻ്റെ ഒരു ഓർമ്മ, ഞങ്ങളൊരു സംഘം പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞാണ്, ഒരു വർത്തമാനത്തിൽ പറഞ്ഞാണ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ മക്കളെ, ഈ പെൺകുട്ടികളുടെ ഈ സാറ് പറഞ്ഞ പ്രശ്നം, ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെക്കുറിച്ച് ഞാൻ കണ്ട കണ്ണീര് മുഴുവനും ഈ പറഞ്ഞ സവർണ ബ്രാഹ്മണ സമൂഹത്തിലെ പെൺകുട്ടികളാണ്. അവർ കുടിച്ചിടത്തോളം കണ്ണീര് നിങ്ങളുടെ മക്കൾ ഇപ്പോഴും കുടിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ എന്തോ വാക്ക് പ്രയോഗിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറ് പറഞ്ഞു, ഇത് ഏത് സമുദായത്തിലായാലും ഇതിന് ഒരു മിനിമം പ്രായം
എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പൂർത്തിയായി നല്ല ആരോഗ്യം വന്ന് സ്വന്തമായി ചിന്തിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രായം എത്തിയിട്ടേ വിവാഹം വേണ്ടൂ എന്ന് പെൺകുട്ടികൾ തീരുമാനിക്കാത്ത കാലത്തോളം അന്തിമമായിട്ട്. പക്ഷേ അവരെ വിമോചിപ്പിക്കാനുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവണം. രാജ്യത്ത് വരാൻ പോകുന്നൊരു നിയമം അതിന് സഹായകമാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.